പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് എന്തു പറ്റി? ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. റൊണാൾഡോയും ടീമും പുറത്തായതിൻ്റെ പേരിൽ ഒരു കുട്ടി പൊട്ടിക്കരയുകയാണ്. ആ മാതാപിതാക്കൾ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പെടുന്ന പാട് ആ വീഡിയോയിൽ കാണാം. എന്തു പറ്റി നമ്മുടെ മക്കൾക്ക്? ഫുട്ബോൾ കേവലം ഒരു വിനോദം മാത്രമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ചില ആളുകൾക്ക് അത് വികാരമായി മാറിയിട്ടുണ്ട്. ഇസ്ലാം ഒരിക്കലും വിനോദത്തിന് എതിരൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ എന്നിട്ട് പറയുകൂടി ചെയ്തു, ശക്തനായ മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനേക്കാൾ ഉത്തമൻ എന്ന്. മാനസിക ശാരീരിക ഉല്ലാസം ലഭിക്കുന്ന ഏത് വിനോദവും അനുവദനീയമാണ്. പക്ഷേ ധാർമ്മികതയുടെ മൂല്യങ്ങൾ അതിരുവിട്ട് കിടക്കുന്ന വിനോദങ്ങളാവാൻ പാടില്ല. ആ വിനോദങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ പിടിക്കാൻ പാടില്ല, വികാരമായി മാറാൻ പാടില്ല. ഇന്നിത് പക്ഷേ വിനോദത്തിനപ്പുറം അത് വികാരമായി മാറിയിരിക്കുകയാണ്. സമയവും സമ്പത്തും ഉറക്കവും ആരാധനകളും നഷ്ടപ്പെടുത്തുന്ന വികാരം. നമ്മൾക്കോ നമ്മുടെ നാടിനോ നമ്മുടെ കുടുംബത്തിനോ ഒരു ഉപകാരവുമില്ലാത്ത, ഒരു നേട്ടവുമില്ലാത്ത ഇത്തരം വിനോദങ്ങൾക്ക് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് നമ്മുടെ മക്കൾ ചിലവാക്കിയത്. എത്ര ഫ്ലെക്സുകളാണ്, എത്ര കട്ടൗട്ടുകളാണ്, കളി കാണാൻ വേണ്ടി എത്ര പ്രൊജക്ടർ സംവിധാനങ്ങളാണ്. ദിവസങ്ങളോളമായി ലക്ഷങ്ങൾ മുടക്കി ഇതെല്ലാം നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതെല്ലാം തിമിർത്താടുമ്പോൾ നിങ്ങൾ ഓർക്കണം, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു നേരത്തെ മരുന്നിനു വേണ്ടി ആളുകൾ മുമ്പിൽ കൈനീട്ടുന്ന പാവങ്ങൾ, കടക്കണിയിൽപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു പോയ ഒരു മദ്രസ അധ്യാപകനടക്കമുള്ള എത്രയോ സഹോദരങ്ങൾ. ഈ കളി അവസാനിക്കുമ്പോൾ എത്ര കുട്ടികളാണ് തൻ്റെ ടീം തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ഭയക്കുകയാണ്. നിങ്ങൾക്ക് ആ ഭയമില്ലേ? ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മക്കളൊന്നും ഈ വഴിക്ക് പോകില്ല, നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കും, മക്കളുടെ വൈകാരികതയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമ്മുടെ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വരും ഭാവികളിലും ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ജ്വരമായി മാറുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ മക്കളെ തന്നെ നഷ്ടപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ മക്കളെ സൂക്ഷിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.